ഇന്ത്യയുടെ ജലയുദ്ധത്തിൽ പകച്ച് പാകിസ്ഥാന് വേണ്ടത് സിന്ധു നദീജലം. വെള്ളം നൽകാൻ ഇന്ത്യ തിരിച്ചു ചോദിക്കുക. ഇന്ത്യയിൽ രക്തമൊഴുക്കിയ ഭീകരരെ. മസൂദ് അസറിനും ഹാഫിസ് സയ്യിദിനും ദാവൂദ് ഇബ്രാഹിമിനെയും വിട്ടുകിട്ടാൻ സമ്മർദ്ദം ശക്തമാക്കും. ഏതു സാഹചര്യത്തെയും നേരിടാൻ എപ്പോഴും രാജ്യം തയ്യാറെന്ന ഇന്ത്യൻ സേന. പഹൽഗാമിലെ കൂട്ടക്കുരുതിക്ക് മറുപടിയായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഒരുക്കിയ അതിർത്തിയിലെ വൻ സേനാ സന്നാഹം ഉടനെ പിൻവലിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സർക്കാർ. വെടിനിർത്തൽ കരാറ് ഏതു സമയം വേണമെങ്കിലും പാകിസ്ഥാൻ ലംഘിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ തീരുമാനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുടർ ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും അത്തരത്തിലുള്ള ഏത് നീക്കവും യുദ്ധമായി കണക്കാക്കുമെന്ന നിലപാടിലാണ് ഇന്ത്യ സൈനിക സമ്മർദ്ദം ശക്തമായി തുടരണമെന്ന അഭിപ്രായമാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധരും പങ്കുവെക്കുന്നത്. സൈനിക ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാൻ കാണിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാകും ഇന്ത്യയുടെ തുടർ നടപടികൾ തീരുമാനിക്കുക. ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന് തന്നെയാണ് വ്യോമസേനയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ തീവ്രവാദികളായി കാണുന്നവരെ വിട്ടുതരണമെന്ന ആവശ്യം മുൻപോട്ട് വയ്ക്കും. ദാവൂദ് ഇബ്രാഹിം, മസൂദ് അസർ, ഹാഫിസ് സയ്യിദ് തുടങ്ങിയ ഭീകരരെ വിട്ടുകിട്ടണമെന്നായിരിക്കും ആവശ്യപ്പെടുക. ഈ ആവശ്യത്തോട് പാകിസ്ഥാൻ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതാണ് നിർണായകമായ. IMF-ൽ നിന്നുള്ള സഹായധനത്തിന്റെ കാര്യത്തിലടക്കം ആശങ്ക ഉയർന്നപ്പോഴാണ് പാകിസ്ഥാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് എന്നാണ് സൂചന. തങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കഴിഞ്ഞ ദിവസം ഡയറക്ടർ ജനറൽ തല ചർച്ചയിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായും പങ്കുവച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച നടക്കുന്ന തുടർ ചർച്ചയിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടേക്കും. എന്നാൽ ഇന്ത്യ വഴങ്ങില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഏർപ്പെടുത്തിയ ഉപരോധ നടപടികൾ വീണ്ടും തുടരും. തീവ്രവാദികളെ വിട്ടുതന്നാൽ ഇക്കാര്യത്തിൽ പുനരാലോചിക്കാമെന്ന നിലപാടും അറിയിക്കും. അതിനിടെ വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തുകയുണ്ടായി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ, 3 സേനാ മേധാവികൾ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത തുടരുമെന്നും വെടിനിർത്തലിന് ധാരണയായെങ്കിലും പാകിസ്ഥാന്റെ പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പാകിസ്ഥാന്റെ ഏതു വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നും സൈന്യം വ്യക്തമാക്കി. ജമ്മു കാശ്മീരിൽ ചിലയിടങ്ങളിൽ രാത്രി പാകിസ്ഥാന്റെ ഷെൽ ആക്രമണം ഉണ്ടായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണ്. പാക് നടപടികൾ ഇന്ത്യ ജാഗ്രതയോടെ നിരീക്ഷിക്കും. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം മെയ് 10 രാത്രിയിലും ഇന്നലെ പുലർച്ചെയും അതിർത്തി കടന്നും നിയന്ത്രണ രേഖ കടന്നും വെടിവെപ്പും ഡ്രോൺ ആക്രമണവും നടത്തിയ പാക് നടപടി നിർഭാഗ്യകരമാണെന്ന ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗൈ അവരുടെ DGMOയെ അറിയിച്ചു. നടപടി ആവർത്തിച്ചാൽ ശക്തമായി പ്രതികരിക്കാൻ സൈനിക കമാൻഡർക്ക് കരസേനാ മേധാവി പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ടെന്നും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ പ്രതികരണം കൂടുതൽ വിനാശകരവും ശക്തവുമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെടിനിർത്തൽ ചർച്ചയ്ക്ക് ശേഷം വിളിച്ച US വൈസ് പ്രസിഡന്റ് JD വാൻസിനോട് വ്യക്തമാക്കി. ഏത് സാഹചര്യത്തെയും നേരിടാൻ നമ്മുടെ രാജ്യം എപ്പോഴും തയ്യാറാണെന്നും പാകിസ്ഥാൻ നടപടികളെ കുറിച്ച് ആശങ്കയില്ലെന്നും സൈനിക നേതൃത്വം അറിയിച്ചു. ഞങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യവും പദ്ധതിയുമുണ്ട്. അത് ശ്രദ്ധാപൂർവം പിന്തുടരും. വളരെയധികം സംയമനം പാലിച്ചു. നമ്മുടെ പൗരന്മാരുടെ പരമാധികാരത്തിനും സമഗ്രതയ്ക്കും സുരക്ഷയ്ക്കും നേരെയുള്ള ഏതൊരു ഭീഷണിയും നേരിടാൻ ഇന്ത്യൻ സൈന്യം തയ്യാറാണെന്നും സൈനിക മേധാവി അറിയിച്ചു.